സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറഞ്ഞോളൂ. നമസ്കാരം. ഹലോ, നമസ്കാരം. മരോട്ടിച്ചാലിന് ആരാണ് വിളിക്കുന്നത്? ബിനോയ്. ബിനോയ് പറയൂ, കേൾക്കാനുണ്ട്. രാജനാണ് സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. എനിക്ക് സാറേ ഒരു സംശയമുള്ളതേ, നമ്മളിപ്പോ ഈ മലയോര കർഷകരുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഭയങ്കര ആശങ്കയിലാണ് ഉള്ളത്. ഞങ്ങളുടെ ഈ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പൊ ചില പ്രദേശങ്ങളിൽ പട്ടയം ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ പല ആദ്യമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥര് ഈ പട്ടയം ലഭിക്കുന്ന വഴി അളക്കാൻ അനുഭവമാണ്. പക്ഷെ ഇപ്പോഴും വലിയ ആശങ്ക പല ഈ സമിതിയുടെ പേരിലൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്ന പല വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പോ പട്ടയം ലഭിക്കുന്നതിനുള്ള കാലതാമസം, എന്താണ് ഇപ്പൊ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചോദിച്ചു വളരെ നന്നായി. കാരണം ഈ മേഖലയിൽ മാത്രമല്ല, പട്ടയം എന്നുള്ളത് ഒരു ജീവിതത്തിലൊരു വലിയ അഭിലാഷമാണ്. നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്, നിലവിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം മലയോരവും അല്ലാതെയും ഒക്കെ ആയിട്ട് 1,64,000 പട്ടയങ്ങൾ ഈ കാലയളവിനകത്ത് വിതരണം ചെയ്തു. മലയോര മേഖലയിലെ പട്ടയം ദീർഘകാലമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. മാത്യു മണിയങ്കാടൻ 1956 അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന മാത്യു മണിയങ്കാടൻ്റെ റിപ്പോർട്ട് മുതൽ വിവിധ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റ കർഷകരെന്ന് വിളിക്കുന്നവർ അവർ കയ്യേറ്റക്കാരല്ല. അവർ 1945 കൊച്ചി രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ നാട്ടിൽ വന്ന് വന്യമൃഗങ്ങളോട് യുദ്ധം ചെയ്ത് കാടിനെ നാടാക്കി മാറ്റുന്നതിൽ നമ്മുടെ തലമുറയ്ക്ക് മുമ്പ് ചെയ്ത പൂർവികന്മാരുടെ വലിയൊരു പരിശ്രമം ഈ കാര്യത്തിലുണ്ട്. സ്വാഭാവികമായും കുറേ കാലമായി മലയോര പട്ടയം കൊടുക്കാൻ വിവിധങ്ങളായ തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ബിനോയ്, നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സത്വരമായ നടപടികളാണ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് 516 പട്ടയങ്ങളാണ് ഈ ഒരു കാലയളവിനകത്ത് നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. 516 പട്ടയം എന്ന് പറയുമ്പോൾ മൊത്തം 1,64,000 കൊടുക്കുമ്പോൾ 516 എന്നൊക്കെ പറഞ്ഞാൽ സംശയം തോന്നുന്നത്. മനസ്സിലാക്കണമെങ്കിൽ 2011 മുതൽ 16 വരെ നമ്മുടെ തൃശ്ശൂർ താലൂക്കിൽ കൊടുത്ത വനഭൂമി പട്ടയങ്ങളുടെ എണ്ണം, അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്ത പട്ടയങ്ങളുടെ എണ്ണം ആകെ 18ആണ്. ഇപ്പം നമുക്ക് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ, അതായത് തൃശ്ശൂർ താലൂക്കിൽ തന്നെ ഏതാണ്ട് 400ഓളം പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത്, ഓരോ ഘട്ടമായി നമ്മുടെ ഗവൺമെൻറ് അതിനെ അഭിസംബോധന ചെയ്യുമായിരുന്നു. 2019 നമ്മൾ കുറേ കാലമായി നടത്തിയ ചർച്ചകളുടെയും നിയമസഭയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട നിരന്തരമായിട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷൻ പരമ്പരകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് JVR, അതായത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് കാണാനില്ല, കോപ്പി കാണാനില്ല. കേന്ദ്ര പദവി ലിസ്റ്റിൽ പേരുണ്ട്, അവർക്ക് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സീരിയസ് പ്രശ്നമായിരുന്നു. ഇപ്പോൾ നമ്മൾ കേന്ദ്ര പദവി ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും പട്ടയം കൊടുക്കുക എന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ 2019 ജൂൺ മാസം 22-ാം തീയതി 189-ാം നമ്പറായിട്ടൊരു ഗവൺമെൻറ് ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചു. ആ ഉത്തരവ് പറയുന്നത്, ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, കേന്ദ്ര പദവി ലിസ്റ്റിൽ പേരുണ്ട്, രേഖകൾ കാണാനില്ലെങ്കിലും സ്ഥലം അളന്ന് 4 തീയതി രേഖപ്പെടുത്തി എത്രയാണോ സ്ഥലം എന്നറിഞ്ഞാൽ അവർക്ക് പട്ടയം കൊടുക്കാം. 2, മരത്തിൻ്റെ വില. ചിലപ്പോൾ 77 മുമ്പ്, ഇപ്പോൾ 93-ലെ പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരമാണ് ഇത് നോക്കുന്നത്. അപ്പോൾ 77 മുമ്പുള്ളവർക്ക് മുഴുവൻ പട്ടയം. അപ്പോൾ അങ്ങനെ വന്നവർക്ക് ചിലപ്പോൾ ആ കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ചെടികളൊക്കെ മരങ്ങളൊക്കെ JVR രേഖപ്പെടുത്തി കാണും. അത് ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ എത്ര വലിപ്പമാകുമോ അതിനുള്ള പണം അടയ്ക്കണം എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അതൊക്കെ പണ്ട് വെട്ടിപ്പോയതാകാം, ചവിട്ടിപ്പോയതാവാം, ആട് കടിച്ചു പോയതാകാം. അപ്പം നിലവിൽ പട്ടയം കൊടുക്കുന്ന സമയത്ത് മരവില മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഗവൺമെൻറ് ഉത്തരവ് 189 പ്രകാരം 189/2019 ഗവൺമെൻറ് ഉത്തരവ് പ്രകടിപ്പിച്ചു. അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആഗസ്റ്റ് മാസത്തിൽ തന്നെ, ജൂൺ മാസത്തിൽ ഇത് വന്ന് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ എല്ലാ മാസവും എൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് പരിശോധിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ 328 പട്ടയം വിതരണം ചെയ്തു. അതിനിടയിൽ പലപ്പോഴായി നമ്മൾ കൊടുത്ത പട്ടയങ്ങൾ അടക്കമാണ് ജില്ലയ്ക്കകത്താകെ 516 പട്ടയങ്ങൾ ഇതിനകം വിതരണം ചെയ്ത്. 2ാം ഘട്ടം എന്നുള്ള നിലയിൽ കേന്ദ്ര പദവി ലിസ്റ്റിൽ പേര് തരുമ്പോൾ ആളുകളുടെ പേരുണ്ടാവില്ല, രമ്യ ഉണ്ടാവില്ല, രാജൻ ഉണ്ടാവില്ല, പ്രദേശവും ഏക്കറും ഹെക്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കേന്ദ്ര പദവി ലിസ്റ്റിലെ പേരുണ്ടാവും. ആ പേരെടുത്ത് നോക്കും. കേന്ദ്രം തരുന്നത് ഇത്ര ഏക്കർ സ്ഥലത്തെ ഭൂമിയാണ്. ആ പദവി ലിസ്റ്റിൽ പേരുള്ള എല്ലാവരോടും രേഖകൾ ഹാജരാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇപ്പോൾ
2 തവണ ഹിയറിംഗ് നടത്തി 414 ആളുകളുടെ രേഖകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർക്കുള്ള പട്ടയം തയ്യാറായി വരികയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഫെബ്രുവരി മാസം 14-നകത്ത് അതിലൊരു നല്ല ശതമാനം പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല 1265 കേന്ദ്ര ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പേരുടെയും ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചു. അതിൽ ആർക്കെങ്കിലും പേരുള്ളവർക്ക് ഏതെങ്കിലും രേഖയുടെ കുറവുണ്ടെങ്കിൽ ആ രേഖ കൊണ്ട് കാണിച്ചാൽ ഈ പട്ടയമേള കഴിഞ്ഞാണെങ്കിലും എപ്പോഴും അത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ചരിത്രത്തിന് ആദ്യത്തെ നടപടിയാണ്. മറ്റൊന്നുള്ളത് 2005-നും 2008-നും ഇടയിൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ച പട്ടയം ഉണ്ട്. ഇപ്പോൾ പലരും പറഞ്ഞു വരുത്തുന്ന പോലെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വനത്തിൻ്റെ കാര്യത്തിൽ പട്ടയം കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കാം. പുറമ്പോക്ക്, റവന്യൂ ഭൂമി, മേച്ചിൽപ്പുറം, കന്നുകാലി മേച്ചിൽപ്പുറം, ഇങ്ങനെ ഇറിഗേഷൻ, ഇങ്ങനെ തുടങ്ങുന്ന സംസ്ഥാന സർക്കാർ വകുപ്പിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും സർക്കാരിന് കൊടുക്കാം. വനമാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. 4200 പട്ടയാപേക്ഷകൾ 2005-ൽ നമ്മൾ കേന്ദ്രത്തിലോട്ട് അയച്ചു. 2005 മുതൽ 2008 വരെ. അത് അൺപ്രോപ്പർ ആണെന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു വന്ന് കിടക്കായിരുന്നു. ആരും പരിശോധിച്ചില്ല. ഈ ഉത്തരവ് പരിശോധിക്കാൻ ഞങ്ങൾ കൂടിയപ്പോൾ ആ രേഖകൾ ഞങ്ങൾ എടുത്തു. രമ്യ ഇപ്പോൾ ഇവിടെ നേരത്തെ ബിനോയ് അല്ലേ പറഞ്ഞത്, ബിനോയ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ 30 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഞങ്ങളുടെയൊക്കെ മേഖലകളിൽ സർവേക്കാർ വന്ന് ഭൂമി അടയാളപ്പെടുത്തി. അത് ഈ പുതിയതായി അയക്കാൻ വേണ്ടിയിട്ടാണ്. അൺപ്രോപ്പർ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ചരിത്രത്തിൽ ആദ്യമായി 10 സർവേ ടീമിനെ തീരുമാനിച്ചു. ഓരോ ടീമിലും 10 പേർ. 10 പേർക്കും പണം സർക്കാർ ചെലവഴിച്ച് 2 ലക്ഷം രൂപയുടെ GPS സംവിധാനം മേടിച്ചു കൊടുത്തു. 10 പേർക്കും 10 ടീമുകൾക്കും വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾ സജ്ജീകരിച്ചു കൊടുത്തു. അവരെ സമ്മതിക്കണം, തൊഴണം സർവേക്കാരെ. ഈ ലോക്ക്ഡൗണിനിടയിലും അവർ പോയി 3200 പേരുടെ സർവേ നടപടികൾ പൂർത്തിയാക്കി 4 അതിര് തയ്യാറാക്കി കൊടുത്തു. ഭൂമി ഉണ്ടാകുമ്പോൾ രമ്യയ്ക്ക് ഭൂമി കൊടുക്കാൻ വിരോധമില്ല, പക്ഷെ ഭൂമിയുടെ 4 അതിര് വേണം, അത് അളക്കണം. സർവേ നടപടികൾ പൂർത്തീകരിച്ച് 3200 എണ്ണം കേന്ദ്രത്തിലേക്ക് അയക്കാൻ തയ്യാറായി. ഈ കോവിഡിന്റെ കാലത്തിൽ 3200 എണ്ണം ചരിത്രത്തിൽ ആദ്യമാണ്. ഞാൻ പറഞ്ഞത് ഒരു വിവരാവകാശ നിയമം പറയുന്നത് 2011-നും 2016-നും ഇടയിൽ 18 വനഭൂമി പട്ടയങ്ങളാണ് ആകെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ എത്രയോ ഇരട്ടിയായി. ഇപ്പോൾ ഈ 3200 എണ്ണം കേന്ദ്രത്തിലേക്ക് അയച്ച് അതിൻ്റെ അനുമതി കൂടി കിട്ടുമ്പോൾ നമുക്കതുകൂടി വിതരണം ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ 964, നേരത്തെ ഞാൻ പറഞ്ഞത് 993-ലെ പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരമാണ് 77 മുമ്പുള്ള കൊടുക്കാൻ. 964-ലെ പതിവ് ചട്ടമുണ്ട്. ആ ചട്ടം അനുസരിച്ച് ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നത് 2020/2020 ആ ഓർഡറിൻ്റെ പ്രത്യേകത അതാണ്. 2020/2020 ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചു. 1 ഏക്കറിൽ താഴെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ജണ്ടയുടെ പുറത്താണ് സ്ഥലം എങ്കിൽ അത് കൊടുക്കാം. അത് വെച്ചാണ് ഇടുക്കിയിലൊക്കെ കൊടുത്തിരുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഉത്തരവ് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 25/1/2021 ഞാൻ തന്നെ ആവശ്യപ്പെട്ട്, എനിക്കതിലൊക്കെ വലിയ സന്തോഷമുണ്ട്, ഞാൻ തന്നെ ആവശ്യപ്പെട്ട് ഈ ഉത്തരവ് 64-ലെ പതിവ് ചട്ടപ്രകാരം 1 ഏക്കറിൽ താഴെയുള്ള ഭൂമി ജണ്ടയ്ക്കിപ്പുറത്തും ആളുകൾ അവകാശവാദം ഉന്നയിക്കാതെയുമാണെങ്കിൽ കിടക്കുകയാണെങ്കിൽ അത് കൊടുക്കാനുള്ള പ്രത്യേക ഉത്തരവ് കൂടി ഈ മാസം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ കുറേ കൊടുക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അധ്യക്ഷതയിൽ തന്നെ 2 ആഴ്ച മുമ്പ് ചേർന്ന യോഗം തീരുമാനിച്ചത് നമുക്ക് സുപ്രീം കോടതി വിധി ബാധകം എന്നെഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് പട്ടയവും നമ്മുടെ നമ്പർ 1 തഹസിൽദാരുടെ അടുത്ത് കൊണ്ടുപോയി അപേക്ഷ കൊടുത്താൽ ആ സുപ്രീം കോടതി വിധി ബാധകം എന്നെഴുതിയ സീല് മാറ്റി ഫ്രഷ് പട്ടയം കൊടുക്കും. JVR കാണാത്തില്ലാത്തതിൻ്റെ പേരിൽ നേരത്തെ കൊടുത്ത പട്ടയങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ പട്ടയങ്ങളുടെ അപേക്ഷ കൊണ്ടുകൊടുത്താൽ സ്റ്റേ അപേക്ഷ മാറ്റി കിട്ടും. സ്റ്റേ ചെയ്ത അപേക്ഷകളിൽ അപ്പീൽ പോയിട്ടുണ്ട് RDO കേന്ദ്രത്തിൽ. ഈ 3 അപേക്ഷകൾ നൽകിയാൽ 3ഉം കാലതാമസം കൂടാതെ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. പിന്നെ ആളുകൾ പട്ടയത്തിൻ്റെ അവകാശികളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അത് കൊടുക്കാൻ ബാക്കി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 18 കൊടുത്തതെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ശരിയായി വന്നാൽ 12,000 എന്തായാലും കൊടുക്കാൻ കഴിയും. ബാക്കി കൊടുക്കാനുള്ളൊരു സ്ഥിരം സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയും. ബിനോയ് കേൾക്കുന്നുണ്ടോ? ഞാൻ പട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് വാചാലനായതാണ്. ആരോ പറഞ്ഞു കേട്ടു, ഞാൻ 12 സബ്മിഷനും ശ്രദ്ധക്ഷണിക്കലും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോ ചോദിക്കുന്നത് കേട്ടു അതിനിടയിൽ, കേരള ഗവൺമെൻറ്റിൽ വനവും റവന്യൂ ഒക്കെ നമ്മളല്ലേ, MLAയുടെ വകുപ്പ് തന്നെയല്ലേ, അങ്ങനെ വകുപ്പ് തീരുമാനിച്ചു കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചിത രീതിയിൽ 4 അതിര് അളന്ന് അതിന് വലിയ പരിശ്രമമാണ് ഈ കാലയളവിൽ നടന്നത്. 12 ശ്രദ്ധക്ഷണിക്കൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ 12ഉം പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞല്ല, ഓരോ പട്ടയവുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ കൃഷിയുടെ വിള ഇൻഷുറൻസ് പ്രഖ്യാപിച്ചപ്പോൾ അത് പട്ടയഭൂമിയെ ഒഴിവാക്കിയായിരുന്നു പ്രഖ്യാപിച്ചത്. അത് പട്ടയം ഇല്ലാത്ത ഭൂമി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. അതൊരു സബ്മിഷനാണ്. ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം നടത്തിയ ചർച്ചയാണ് നമുക്ക് ഇങ്ങനെ വരാൻ വേണ്ടി കഴിഞ്ഞത് ബിനോയ്. അതുകൊണ്ട് നമ്മളൊരു നല്ല ശ്രദ്ധ എടുക്കുന്നുണ്ട്. പട്ടയം കുറേ ആളുകൾക്ക് കൊടുത്തു, അവർ വലിയ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ബാക്കിയൊരു വലിയ നമ്പർ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. കേന്ദ്ര പതിവ് ലിസ്റ്റിൽ പേരുണ്ടായിട്ടുള്ള എല്ലാവർക്കും പട്ടയം, ഒരു രേഖകൾ ഹാജരാക്കണം. അത് ഹാജരാക്കിയാൽ എല്ലാവർക്കും പട്ടയം കൊടുക്കാം.
കേന്ദ്ര പതിവ് ലിസ്റ്റിൽ രേഖയുണ്ടെങ്കിൽ മറ്റ് രേഖകൾ കൂടി ഹാജരാക്കിയാൽ ഒരു തർക്കവും ഉണ്ടാവില്ല കേട്ടോ ബിനോയ്. ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പോലെയുള്ള ഈ മലയാളിയിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് കാലങ്ങളായിട്ടൊരു ആവശ്യമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ സർവേ ഒക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം. അതാണ് ബിനോയ് ഞാൻ പറഞ്ഞത്. ബിനോയോട് ഒരു 10-30 വർഷം, പിന്നെ ബിനോയുടെ രക്ഷകർത്താക്കളോടൊക്കെ ചോദിച്ചറിയാം, 10-30 കൊല്ലക്കാലത്തിനിടയിൽ ഇങ്ങനെ സർവേ നടന്നിട്ട് അളന്നിട്ടില്ല. പിന്നെ ബിനോയോടൊരു കാര്യം പറയാനുള്ളത്, ഇത് മാറി മാറി വന്ന ഗവൺമെന്റുകൾ ശ്രദ്ധയുണ്ടെങ്കിലും ഇപ്പൊ ഈ ഗവൺമെന്റാണ് പ്രത്യേകമായി ശ്രദ്ധ എടുത്തത്. ഇത് MLA മാത്രം വിചാരിച്ചാൽ കൊടുക്കാവുന്നതല്ല പട്ടയം കൊടുക്കണമെങ്കിൽ അതിന്റെ വകുപ്പും ലിസ്റ്റൊക്കെ എടുക്കണം. MLAക്കെതിരെ മാത്രമായിട്ട് സമരം നടത്തുന്ന ചില ആളുകളുണ്ട്, അതുകൊണ്ട് മാത്രം പട്ടയം കൊടുക്കാൻ കഴിയില്ല. നമ്മളൊരു കൂട്ടായി അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആ വിവരങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പട്ടയം കൊടുക്കാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ അതിന് ശ്രമം നടത്തുന്നു എന്ന് മാത്രം. ഞങ്ങളെ പോലെ ഈ ആശങ്കയിലുള്ള കർഷകരൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് സ്വാധീനിക്കാനും ഒക്കെ സമരം നടക്കുന്നുണ്ട്. MLA ആണ് പട്ടയം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങളോട് പറയണത്. എല്ലാ കാര്യത്തിനും ഒരു ബോധമുള്ള ആളുകൾക്ക് എല്ലാം അറിയാം, സർക്കാരാണ് കൊടുക്കുന്നത്. MLA വിചാരിച്ച പട്ടയം കൊടുക്കാൻ പറ്റില്ലല്ലോ. MLAക്ക് ഇതിനു വേണ്ടി യുദ്ധം നടത്താം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് കൊടുത്തില്ല. ആ ഗവൺമെന്റിന്റെ കാലത്തും ബന്ധപ്പെട്ട MLA-മാരുടെ വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ MLA-യും അതിനുവേണ്ടി സമരം നടത്തുക. സർക്കാർ കണ്ണു തുറന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സർക്കാർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നമ്മളൊപ്പം ഉണ്ട്, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ബിനോയ്. എന്തായാലും നന്ദി, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടൽ നന്ദി. ശരി സന്തോഷം. ബിനോയുടെ ഒരു സംശയം ഒരുപാട് ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകാൻ സാധിച്ചു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ രമ്യ, ആളുകളെ മുതലെടുക്കാൻ അനാവശ്യമായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ മുതലെടുപ്പ് നടത്താൻ പാടില്ല. എല്ലാവർക്കും പട്ടയം കിട്ടും. പട്ടയം കിട്ടുന്നതിലൊരു തർക്കമുള്ളത്, പലരും വിചാരിക്കുന്നത് കൈമാറി കിട്ടിയ ഭൂമി ഞങ്ങൾക്ക് തന്നൂടെ, ഞങ്ങൾ ഇത്ര കൊല്ലം അവർക്ക് കൊടുക്കണമെന്ന ആവശ്യമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിന് അളക്കലും അതിൻ്റെ രേഖയും കേന്ദ്ര അനുവാദം തരണം, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കേന്ദ്ര അനുവാദം തന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, കേന്ദ്ര പതിവ് ലിസ്റ്റിൽ അനുവദിച്ച് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും രേഖകളുടെ കുറവുണ്ടെങ്കിൽ രേഖയും നമുക്ക് ഉണ്ടാക്കാം. പലതവണയായി ഹിയറിങ്ങിന് വിളിക്കുന്നു, ധൈര്യമായിട്ട് വന്നോട്ടെ, നമുക്ക് കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. ഈ രേഖയില്ലാത്ത കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാത്ത പട്ടയങ്ങളിൽ കൂടി ഒരു സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം ഈ 3200 അപേക്ഷയെ അംഗീകരിക്കുകയും ഈ 993 ഭൂപതിവ് ചട്ടപ്രകാരമാണ് നമ്മളതിന് പോകുന്നത്. 64 ഒരു പതിവ് ചട്ടമുണ്ട് സാധാരണ. അതുപ്രകാരം ഈ ഉത്തരവ് 25/1/2021 ഇറങ്ങിയ ഉത്തരവ് വെച്ച് ഒരു 10,000 ആൾക്ക് കൂടി നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. ആ നിലവാരത്തിലാണ് അതിൻ്റെ പോക്കുണ്ടാകുന്നത്. ആളുകൾ പറയുന്നത് നോക്കണ്ട, നമ്മളതിന് വേണ്ടിയിട്ടുള്ള വലിയ അധ്വാനം നടത്തുന്നുണ്ട്. ബിനോയ്ക്ക് അത് മനസ്സിലായി.